ഇനി നമ്മൾ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ ബേസിക്കലി നമുക്ക് 4 ടോപ്പിക്സ് ആണുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും ചേഞ്ചസ് ആണ്. ഓക്കെ, ചേഞ്ചസ് പഠിക്കും, കുറച്ച് തരത്തിലുള്ള ചേഞ്ചസ് പഠിക്കും. പിന്നെ നമ്മൾ പഠിക്കുന്നത് കെമിക്കൽ ഇക്വേഷൻസ് പഠിക്കും. ഓക്കെ, കെമിക്കൽ ഇക്വേഷനും പഠിക്കും, പിന്നെ ബാലൻസിങ്ങും പഠിക്കും. അതാണ് സെക്കൻഡ് ടോപ്പിക്. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കാൻ പോണത് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഓക്കെ, ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്, പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്, അത് പഠിക്കും. ഓക്കെ, ലാസ്റ്റ് ടോപ്പിക്കാണ് ഓക്സിഡേഷൻ. ഓക്കെ, ഓക്സിഡേഷൻ്റെ ഇഫക്ട്സ്. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന 4 കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ടോപ്പിക്ക് നോക്കാം. വെരി ഫസ്റ്റ് ടോപ്പിക്ക്, കൺസിഡർ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഓഫ് ഡെയിലി ലൈഫ്. നമ്മൾ കുറച്ച് സിറ്റുവേഷൻസിൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് വിചാരിക്കാം. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? മിൽക്ക് ഇസ് ലെഫ്റ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ ഡ്യൂറിങ് സമ്മേഴ്സ്. ഓക്കെ, പാല് നമ്മളിങ്ങനെ കുറേ നേരത്തേക്ക് ഇങ്ങനെ റൂം ടെമ്പറേച്ചറിൽ ഇങ്ങനെ വെച്ചിരിക്കുക, എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താ? മിൽക്ക് ടേൺസ് ബാഡ്, അല്ലേ? പാല് ചീത്തയാവും, അല്ലേ? മിൽക്ക് ടേൺസ് ബാഡ്. ഓക്കെ, പിന്നെ അടുത്തത്, an iron tawa pan nail is left exposed to human temperature. അയൺ, ഇരുമ്പ് കൊണ്ടുള്ള തവയോ പാനോ നെയിലോ ഒക്കെ കൂടി നമ്മൾ അതിലേതിലൊരു സംഭവം നമ്മൾ എന്ത് ചെയ്യാണ്? ഹ്യൂമൻ അറ്റ്മോസ്ഫിയർ, അതായത് തണുപ്പുള്ള നനവുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ ഇടുകയാണ്, വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? റസ്റ്റ് ഫോം ചെയ്യും, ശരിയല്ലേ? ഫോർമേഷൻ ഓഫ് റസ്റ്റ്. ഓക്കെ, ഗ്രേപ്സ് ഗെറ്റ് ഫെർമെൻറ്റഡ്. മുന്തിരിയില്ലേ, നമ്മുടെ മുന്തിരിയിലത്തെ ഷുഗേഴ്സ് അതെന്തായിട്ട് മാറും? ഫെർമെൻറ്റേഷൻ മീൻസ് നമ്മൾ മറ്റേ ഇതുണ്ടാക്കില്ലേ, മുന്തിരി വൈൻ ഉണ്ടാക്കില്ലേ, വൈൻ പ്രോസസ്സ്. ഓക്കെ, ശരിക്കും എന്താ സംഭവിക്കുന്നത് അവിടെ? അതിലത്തെ ഷുഗർ കണ്ടൻറ്റ് മൊത്തം എന്തായിട്ട് മാറും? ആൽക്കഹോളായിട്ട് മാറും, അല്ലേ? അത്. ഫുഡ് ഇസ് കുക്ക്ഡ്. ഫുഡ് മീൻസ് വാട്ട്? നമ്മളിപ്പോൾ ഒരു സംഭവം എടുത്തു, നമ്മൾ പാചകം ചെയ്യുമ്പോൾ വേറൊരു സംഭവമായിട്ടാണ് മാറുന്നത്, ശരിയല്ലേ? ഭക്ഷണം എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ആവട്ടെ, ലൈക്ക് എന്തെങ്കിലും സംഭവം ആവട്ടെ, അത് നമ്മളെടുത്തു, അത് നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ വേറൊരു രീതിയിലേക്ക് ആവും, അല്ലേ? വേറൊരു മോഡൽ, വേറൊരു സംഭവമായി മാറും, ശരിയല്ലേ? നെക്സ്റ്റ് ഇസ് ഫുഡ് ഗെറ്റ്സ് ഡൈജസ്റ്റഡ് ഇൻ അവർ ബോഡി. ഫുഡ് നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ചെയ്യും. നമ്മൾ കഴിക്കുന്നൊരു സംഭവം നമ്മുടെ ബോഡി ഡൈജസ്റ്റ് ആയി കഴിയുമ്പോൾ അത് വേറൊരു രൂപത്തിലേക്കായി മാറും, ശരിയല്ലേ? വി റെസ്പയർ. നമ്മൾ ബ്രീത്ത് ചെയ്യില്ലേ? നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ എന്തെടുക്കുന്നത്? നമ്മൾ ഓക്സിജൻ എടുക്കും, അല്ലേ? നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ എന്താ റിലീസ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, ശരിയല്ലേ? ഈ ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാത്തിലും എന്താണ് ഒരു പ്രത്യേകതയുള്ളത്? ഇതിൻ്റെ അകത്ത് എല്ലാം എന്താണ്? കെമിക്കൽ ചേഞ്ചാണ്, അല്ലേ? എല്ലാം ഒരു കെമിക്കൽ ചേഞ്ചാണ്. കാരണം കെമിക്കൽ ചേഞ്ച് അതെന്താ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. whenever a chemical change occurs, we can say that chemical reaction has taken place. എപ്പോഴൊക്കെ ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുന്നു നമുക്ക് പറയാം കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് പറയുക? ഒരു കെമിക്കൽ ചേഞ്ച് വരുമ്പോൾ. ഓക്കെ, ഇനി എന്താണ് ഈ കെമിക്കൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ? അത് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഒരു കെമിക്കൽ ചേഞ്ച്, അത് എങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ബേസിക്കലി 2 തരത്തിലുള്ള ചേഞ്ചസ് ആണ് ഉള്ളത്. ഓക്കെ, ചേഞ്ചസ് നമുക്ക് 2 തരത്തിലാണുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിൽ. ഓക്കെ, ഒരെണ്ണം ടെമ്പററി ചേഞ്ച്. ഓക്കെ, ടെമ്പററി ചേഞ്ച്. മറ്റേത് പെർമനൻറ്റ് ചേഞ്ച്. ഓക്കെ, ഇതാണ് നമ്മുടെ 2 തരത്തിലുള്ള ചേഞ്ചസ്. ഓക്കെ, ഇനി ഇത് എന്താണ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു ടെമ്പററി ചേഞ്ചും പെർമനൻറ്റ് ചേഞ്ചും എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ടെമ്പററി ചേഞ്ചിനകത്ത് എന്താണ് പ്രത്യേകത നമുക്ക് നോക്കാം. ഓക്കെ, ടെമ്പററി ചേഞ്ചിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പിയറൻസ് ഓർ ഫോം ചേഞ്ചസ്. ഓക്കെ, അതിൻ്റെ അപ്പിയറൻസ് മാറും. ഓക്കെ, അപ്പിയറൻസ് അല്ലെങ്കിൽ ഫോം. ഓക്കെ, അത് ചേഞ്ച് ആവും. ഓക്കെ, അതിൻ്റെ ലുക്ക് മാറും, പുറമേ എങ്ങനെയാണ് അതിരിക്കുന്നത് അത് മാറും. ഓക്കെ, പെർമനൻറ്റ് ചേഞ്ചിൽ എന്താ? അത് മാറില്ല. ഓക്കെ, പെർമനൻറ്റ് ചേഞ്ചിൽ എന്താ പ്രത്യേകത വരിക? പെർമനൻറ്റ് ചേഞ്ചിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് മാറും. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇതിനകത്ത് എന്താ? അപ്പിയറൻസ് ഓർ ഫോം മീൻസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പിയറൻസ് ഓർ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പിയറൻസ് ഓർ ലൈക്ക് ഫോം മീൻസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ചസ്. ഇതിനകത്ത് എന്താ സംഭവിക്കുക? കെമിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ചസ്. കെമിക്കൽ സംഭവങ്ങളെല്ലാം മാറും. കെമിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ചസ്. ഓക്കെ, ഇതിനകത്ത്
പിന്നെ ടെമ്പററി ചേഞ്ചിൽ എന്താ പ്രത്യേകത? നോ ന്യൂ സബ്സ്റ്റൻസ് ഇസ് ഫോംഡ്. പുതിയതായിട്ട് ഒന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, നോ ന്യൂ സബ്സ്റ്റൻസ് ഇസ് ഫോംഡ്. ഓക്കെ, കെമിക്കലിനകത്ത് എന്താ, പെർമനൻറ്റ് ചേഞ്ചിനകത്ത് എന്താ പ്രത്യേകത? ന്യൂ സബ്സ്റ്റൻസ് ഇസ് ഫോംഡ്. ഓക്കെ, പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, ഇസ് ഫോംഡ്. ഓക്കെ, അപ്പോൾ ടെമ്പററി ചേഞ്ചിന് നമ്മൾ എന്താ വിളിക്കുക? ഫിസിക്കൽ ചേഞ്ച് എന്ന് വിളിക്കും. ഓക്കെ, ഫിസിക്കൽ ചേഞ്ച്. ആൻഡ് പെർമനൻറ്റ് ചേഞ്ചിന് എന്താ വിളിക്കുക? കെമിക്കൽ ചേഞ്ച്. ഓക്കെ, ഇതാണ് നമ്മൾ 2 തരത്തിലുള്ള ഡിഫറെൻറ്റ് ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചേഞ്ചസ് എന്ന് പറഞ്ഞു. ഓക്കെ, ചേഞ്ച് നമുക്ക് 2 തരത്തിലാണുള്ളത്. ഓക്കെ, ഒന്ന് ടെമ്പററി ചേഞ്ചും ഒന്ന് പെർമനൻറ്റ് ചേഞ്ചും. ടെമ്പററി ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താ? അപ്പിയറൻസ് ഓർ ഫോം ചേഞ്ചസ്, അതായത് ഫിസിക്കൽ ചേഞ്ച്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ചസ്. ഓക്കെ, അപ്പിയറൻസ് ഓർ ഫോം ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ചസ്. ഇപ്പുറത്തോ പെർമനൻറ്റ് ചേഞ്ചസിലോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ചസ്. ഓക്കെ, പിന്നെ ടെമ്പററി ചേഞ്ചിൻ്റെ പിന്നിലുള്ള പ്രത്യേകത എന്താണ്? നോ ന്യൂ സബ്സ്റ്റൻസസ് ഫോം, പുതുതായിട്ട് ഒന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, ബട്ട് പെർമനൻറ്റ് ചേഞ്ചിൽ എന്താ പ്രത്യേകത? ന്യൂ സബ്സ്റ്റൻസസ് ഫോംഡ്, പുതിയ എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ടെമ്പററി ചേഞ്ച് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഫിസിക്കൽ ചേഞ്ച്. പെർമനൻറ്റ് ചേഞ്ച് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കെമിക്കൽ ചേഞ്ച്. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ടെമ്പററി ചേഞ്ച് ഫിസിക്കൽ ചേഞ്ച് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി കുറച്ച് എക്സാമ്പിൾസ്. ഓക്കെ, നമുക്ക് കുറച്ച് ലൈക്ക് നമുക്ക് മനസ്സിലാണോ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പറഞ്ഞു നമ്മൾ ടെമ്പററി ചേഞ്ച് എന്ന് പറഞ്ഞു. ഓക്കെ, ടെമ്പററി ചേഞ്ച് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ സ്ട്രെച്ചിങ് എ റബ്ബർ ബാൻഡ്. ഓക്കെ, ഞാൻ ഒരു റബ്ബർ ബാൻഡ് വലിച്ചു. ഓക്കെ, റബ്ബർ ബാൻഡ് എടുത്തു. ആ റബ്ബർ ബാൻഡ് ഞാൻ ഇങ്ങനെ വലിച്ച് നീട്ടി. ഓക്കെ, ഞാനത് വലിച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ ഒരു പോർഷൻ എൻ്റെ ഞാൻ റിലീസ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കും? പഴയ പോലെ തന്നെ ആവും അല്ലേ? ആ റബ്ബർ ബാൻഡ് പഴയ പൊസിഷനിലേക്ക് തന്നെ വരും അല്ലേ? അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത? എന്തെങ്കിലും ഫിസിക്കൽ ചേഞ്ച് നടക്കുന്നത് അല്ലേ? ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ് മാറിയത്, അതിൻ്റെ രൂപം മാറി അല്ലേ? ഷേപ്പ് മാറി. എന്നിട്ട് എന്ത് സംഭവിച്ചു? പഴയ പോലെ തന്നെ ആയി അല്ലേ? പിന്നെ പുതിയതായിട്ട് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനത്തെ ചേഞ്ചാണ് എന്ത്? എൻ്റെ ഫിസിക്കൽ ചേഞ്ച്. ഓക്കെ, അല്ലെങ്കിൽ ടെമ്പററി ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ് ബേണിംഗ് ഓഫ് പേപ്പർ. ഓക്കെ, ബേണിംഗ് ഓഫ് പേപ്പർ ഞാൻ കത്തിക്കുകയാണ്. പേപ്പർ കത്തിച്ച് കഴിഞ്ഞാൽ എന്തായി? ആഷായി മാറി അല്ലേ? അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? പുതിയൊരു സബ്സ്റ്റൻസ് ക്രിയേറ്റ് ആയി, ശരിയല്ലേ? അപ്പോൾ അതെന്താ? അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? എനിക്ക് പിന്നെ അത് റിവേഴ്സിബിൾ ആണോ? തിരിച്ചെനിക്ക് പേപ്പറാക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല അല്ലേ? തിരിച്ചെനിക്ക് പഴയ ഫോമിൽ കിട്ടൂല അല്ലേ? അപ്പോൾ അങ്ങനത്തെ ചേഞ്ചാണ് കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ പെർമനൻറ്റ് ചേഞ്ച്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പോർഷൻ. ഓക്കെ, അതായത് ഫസ്റ്റ് ടോപ്പിക്കല്ല, ജസ്റ്റ് ഫസ്റ്റ് പോർഷൻ എന്താണ് ചേഞ്ച് എന്നുള്ളത്. ഓക്കെ.